ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സോറ്റീരിയോക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് ന്യൂകാസിൽ ജെറ്റ്സ് എന്ന ക്ലബിൽ നിന്നും വലിയ തുക നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സോറ്റീരിയോയെ സൈൻ ചെയ്തിരുന്നത്. എന്നാൽ പ്രീ സീസണിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഇത്തവണത്തെ പ്രീ സീസണിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പരിക്കിൽ നിന്നൊക്കെ മുക്തനായിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാട് കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളതാണ്. സോറ്റീരിയോയെ കളിപ്പിക്കാൻ പറ്റില്ലേ എന്ന് ഇപ്പോൾ പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ടീമിന് 6 വിദേശ താരങ്ങളെയാണ് പരമാവധി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് 6 വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 4 താരങ്ങളെ മാത്രമാണ് ഒരു മത്സരത്തിൽ കളിപ്പിക്കാൻ സാധിക്കുക. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ 7 വിദേശ താരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സോറ്റീരിയോയെ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൻ്റെ ഭാഗമാവാൻ സോറ്റീരിയോക്ക് കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ വരുന്ന ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനകത്ത് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു വിദേശ താരത്തെ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടി വന്നേക്കും. ജനുവരിയിൽ വിദേശ താരത്തെ ഒഴിവാക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് സോറ്റീരിയോ ഈ ഒരു സീസൺ മുഴുവനും പുറത്തിരിക്കേണ്ടി വരും എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ സീസണോട് കൂടി പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ ഈ സീസൺ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാനാണ് സാധ്യതകൾ. അതല്ലെങ്കിൽ പിന്നെ വരുന്ന ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ മറ്റേതെങ്കിലും ക്ലബിന് വിൽക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.